ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പമൊന്നുണ്ടാക്കാവുന്ന ഒരു പലഹാരം ഉണ്ടാക്കിയാലോ. വൈകുന്നേരം നമ്മുടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി നമ്മളിവിടെ 1 കപ്പ് മൈദയും 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയും 2 ഏലക്കായും കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിയിലേക്ക് ഇത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കണ്ട. ചില മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ചൊക്കെ ചിലപ്പം കൂടുതലായിട്ടൊക്കെ ആവും. എല്ലാം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്കിതെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ എള്ളാണ്, കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടായ ഓയിലിലേക്ക് ചെറിയ ബോൾസുകളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല കറക്റ്റായ ബോളൊന്നും വേണമെന്നില്ല. ചെറിയ ബോൾസുകളായിട്ട് നമുക്ക് ഉരുട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. നമ്മുടെ ചായയൊക്കെ തിളയ്ക്കുന്ന സമയം മതി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത എല്ലാ ബോൾസും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന ടൈമിൽ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേന് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അത് നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്തത് നമ്മൾ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നമ്മുടെ ഈ പലഹാരം റെഡിയായിട്ടുണ്ട്. ബാക്കിയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്